നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ശ്രീമന്നാരായണീയം ദശകം 86 ശ്ലോകം 3. ക്ഷിപ്ത്വാ സൗഭം ഗദാചൂർണിതമുദഗനിധൗ മങ്ക്ഷുസാല്യോപി ചക്രേണോത്കൃത്തെ ദന്തവക്ത്രഃ പ്രസഭമഭിപതന്നഭ്യമുഞ്ജദ്ഗദാം തേ കൗമോദക്യാ ഹതോസാവപി സുകൃതനിധിശ്ചൈദ്യവത് പ്രാപദൈക്യം സർവേഷാമേഷ പൂർവം ത്വയി ധൃതമനസാം മോക്ഷണാർത്ഥോവതാര. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ക്ഷിപ്ത്വാ സൗഭം ഗദാചൂർണിതം ഉദഗനിധൗ മങ്ക്ഷു സാല്യോപി ചക്രേണ ഉത്കൃത്തെ ദന്തവക്ത്രഃ പ്രസഭം അഭിപതൻ അഭ്യമുഞ്ജത് ഗദാം തേ കൗമോദക്യ ഹതോസൗ അപി സുകൃത നിധിശ്ചൈദ്യവത് പ്രാപത് ഐക്യം സർവേഷാം ഏഷ പൂർവം ത്വയി ധൃത മനസാം മോക്ഷണാർത്ഥോവതാര. അർത്ഥം: സൗഭം എന്ന വിമാനത്തെ ഗദാചൂർണിതം ഗദ കൊണ്ടടിച്ചു പൊടിച്ചു, ഉദഗനിധൗ സമുദ്രത്തിൽ, ക്ഷിപ്ത്വ എറിഞ്ഞിട്ട്, മംക്ഷു വേഗം, സാൽവേ അപി സാൽവനും, ചക്രേണ സുദർശനം കൊണ്ട്, ഉത്കൃത്തെ ശിരസ് വേർപെടുത്തപ്പെട്ടപ്പോൾ, പ്രസഭം ബലാത്കാരമായി, അഭിപതത് അഭിമുഖം പാഞ്ഞെതിർത്ത, ദന്തവക്ത്രൻ തേ അങ്ങയുടെ നേരെ, ഗദാം ഗദയെ, അഭ്യമുഞ്ജത് എറിഞ്ഞു, സുകൃതനിധി പുണ്യനിധിയായ, അസൗ അപി അവനും, കൗമോദക്യ കൗമോദകി എന്ന ഗദ കൊണ്ട്, ഹതനായി, ചൈദ്യവത് ശിശുപാലനെന്ന പോലെ, ഐക്യം അങ്ങയോട് ചേർച്ച, പ്രാപത് പ്രാപിച്ചു, ഏഷ ഈ അവതാരം അതായത് കൃഷ്ണ അവതാരം, പൂർവം മുമ്പ്, ത്വയി അങ്ങയിൽ, ധൃതമനസാം വയ്ക്കപ്പെട്ട മനസ്സോടു കൂടിയവരായ, സർവേഷാം എല്ലാവരുടെയും, മോക്ഷണാർത്ഥ മോക്ഷണത്തിനായി കൊണ്ടുള്ള, മോക്ഷണ ലക്ഷ്യമുള്ളതായി, ഭവതി ഭവിക്കുന്നു. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ക്ഷിപ്ത്വ ചി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സൗഭം ഭം എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഗദാചൂർണിതം ഉദഗനിധൗ നിധൗ എന്നുള്ളതിൻ്റെ ധൗന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മങ്ക്ഷു ക്ഷു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സാൽവേ അപി സാൽവേപി ചക്രേണ ഉത്കൃത്തെ ദന്തവക്ത്ര അവിടെ വിസർഗം. പ്രസഭം അഭിപതൻ ഭം എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. അഭിപതൻ എന്നുള്ളതിൻ്റെ ഭി എന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അഭ്യമുഞ്ജത് ഭ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഞ്ച എന്നുള്ളത് ഞാച്ച എന്നാണ്. ഗദാം തേ കൗമോദക്യ ഹത അസൗ ചേർത്തിട്ട് ഹതോസൗ അപി സുകൃത നിധിശ്ചൈദ്യവത് ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. പ്രാപത് ഐക്യം സർവേഷാം ഏഷ പൂർവം ത്വയി ധൃത എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മനസാം മോക്ഷണാർത്ഥ അവതാര അവിടെ ലാസ്റ്റിൽ വിസർഗം ചേർത്ത് ചൊല്ലുമ്പോൾ മോക്ഷണാർത്ഥോവതാര. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അതുപോലെ ഥ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ലാസ്റ്റിൽ വിസർഗത്തോടു കൂടെ നിർത്തണം. ക്ഷിപ്ത്വാ സൗഭം ഗദാചൂർണിതമുദഗനിധൗ മംക്ഷുസാല്യോപി ചക്രേണോത്കൃത്തെ ദന്തവക്ത്രഃ
प्रसभमभिपदन्नभ्यमुञ्जद्गदां ते कौमोदक्या हदोसावपि सुहृदनिधिश्चैद्यवद् प्रापदैक्यं सर्वेषामेष पूर्वं त्वयि धृतमनसां മോക്ഷണാർത്ഥോവതാര. അടുത്തത് 4-ാമത്തെ ശ്ലോകം. ത്വയ്യായാദേഥ ജാതേ കില കുരു സദസി ദ്യൂതകേ സംയതായാ ക്രന്ദന്ത്യായാജ്ഞസേന്യാഃ സകരുണമകൃതാശ്ചേലമാലാമനന്താം അന്നാന്തപ്രാപ്ത സർവാംശജമുനിചകിതദ്രൗപദീ ചിന്തിതോഥ പ്രാപ്തശാകാന്നമശ്നൻ മുനിഗണമകൃതാസ്തൃപ്തിമന്ദം വനാന്തേ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ത്വയ്യായാദേഥ ജാതേ കില കുരു സദസി ദ്യൂതകേ സംയാതായ ക്രന്ദന്ത്യ യാജ്ഞസേന്യ സകരുണം അകൃതാശ്ചേലമാലാം അനന്താം അന്നാന്ത പ്രാപ്ത സർവാംശജമുനി ചകിത ദ്രൗപദീ ചിന്തിതോഥ പ്രാപ്ത ശാകാന്നം അശ്നൻ മുനിഗണം അകൃതാ തൃപ്തിമന്ദം വനാന്തേ. അർത്ഥം: അഥ പിന്നീട്, ത്വയി അവിടുന്ന്, ആയാതെ മടങ്ങി ദ്വാരകയിൽ വന്നപ്പോൾ, കുരുസദസി കൗരവസഭയിൽ, ദ്യൂതകേ ചൂതിൽ, ജാതേ കില നടന്നപ്പോൾ, സംയാതായ അടിമയായ അല്ലെങ്കിൽ പണയം വയ്ക്കപ്പെട്ട, ക്രന്ദന്ത്യ കരയുന്നവളുമായ, യാജ്ഞസേന്യ പാഞ്ചാലിക്ക്, സകരുണം കരുണയോടുകൂടി, ചേലമാലാം വസ്ത്രസമൂഹം, അനന്താം അവസാനമില്ലാത്തതാക്കി, അകൃത ചെയ്തു. അന്നാന്തപ്രാപ്ത സർവാംശജമുനിചകിത ദ്രൗപദീ ചിന്തിത. ആഹാരത്തിനു ശേഷം എത്തിയ ദുർവാസാമുനിയിൽ നിന്നും ഭയന്ന ദ്രൗപദിയാൽ ധ്യാനിക്കപ്പെട്ടവനായി, പ്രാപ്ത വന്നിട്ട്, ശാകാന്നം ഇലക്കറി, അശ്നൻ ഭക്ഷിച്ച്, മുനിഗണം മുനിസമൂഹത്തെ, തൃപ്തിമന്ദം തൃപ്തന്മാരാക്കി, അകൃത തീർത്തു. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ത്വയ്യായാദേ അഥ ചേർത്ത് ചൊല്ലുമ്പോൾ ത്വയ്യായാദേഥ, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ജാതേ കില കുരു സദസി ദ്യൂതകേ സംയതായാ നീട്ടിയിട്ട് വിസർഗം. ക്രന്ദന്ത്യ യാജ്ഞസേന്യ, അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സകരുണം എന്നുള്ളതിന് ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പം 2 സാന്ന് വേണം. അകൃതാശ്ചേലമാലാം, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അനന്താം നീട്ടിയിട്ട് മുർക്കം. അന്നാന്ത പ്രാപ്ത സർവാംശജമുനി ചകിത ദ്രൗപദീ ചിന്തിത അഥ ചേർത്തിട്ട് ചിന്തിതോഥ, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പ്രാപ്ത അവിടെ വിസർഗം. ശാകാന്നം വിസർഗമില്ലാതെ ചൊല്ലുകയാണെങ്കിൽ ശാകാന്നം 2 ശാന്ന് വേണം. അശ്നൻ മുനിഗണം അകൃത അവിടെ വിസർഗം. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തൃപ്തിമന്ദം വനാന്തേ. ത്വയ്യായാദേഥ ജാതേ കില കുരു സദസി ദ്യൂതകേ സംയതായാ ക്രന്ദന്ത്യായാജ്ഞസേന്യാഃ സകരുണമകൃതാശ്ചേലമാലാമനന്താം അന്നാന്തപ്രാപ്ത സർവാംശജമുനിചകിത ദ്രൗപദീ ചിന്തിതോഥ പ്രാപ്തശാകാന്നമശ്നൻ മുനിഗണമകൃതാസ്തൃപ്തിമന്ദം വനാന്തേ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.